കാഴ്ച നിന്ന് കുറേ പേപ്പർ സോപ്പ് ഉണ്ട് നമ്മളുടെ കയ്യിലിട്ട്. ഇതെന്താണ് മനസ്സിലായത്? ഇതാണ് നമ്മളുടെ ക്ലേ താരം. ഇന്നാണ് ശിവരാത്രി അല്ലേ, മഹാശിവരാത്രി. അത് നിങ്ങളിപ്പം അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ കാണുമല്ലോ, കുത്തിയോട്ടമൊക്കെ അല്ലേ ഇന്ന്. ഞാൻ പോവാ. വേറെ എന്താ? ഞാൻ റിവ്യൂ കാണിക്കാൻ പറഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു പരിചയമില്ലാത്ത സ്ഥലത്തോ പരിചയമുള്ള സ്ഥലത്തോ എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് പേപ്പർ സോപ്പ് അല്ലേ. ഇത് കയ്യിലിങ്ങനെ പിടിക്കാനും പറ്റും, പോക്കറ്റിലൊക്കെ ഫിറ്റാവും. ഇത് എല്ലാവരും വിചാരിക്കും ഇതെന്താ റിങ്ങാ, പക്ഷേ ഇത് ഫുൾ പേപ്പർ സോപ്പുകളാണ് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് നമ്മൾ ഉണ്ടാക്കിയതും ഉണ്ടാക്കാത്തതും എല്ലാം കാണിക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പേപ്പർ സോപ്പ് നമുക്കങ്ങ് എടുക്കാം കേട്ടോ. എന്നിട്ട് അതടച്ചു വെച്ചു. പിന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ട് വരട്ടെ. അങ്ങനെ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. വെള്ളം തുറക്കാമേ. കുപ്പിയിലാക്കിക്കോ. മറ്റൊരു വെള്ളം കൂടി പോയി മനസ്സിലാക്കി. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒട്ടും പത വരത്തില്ല. വീഡിയോ എടുക്കാത്ത സമയത്തായിരിക്കും പത ഇങ്ങനെ വരുന്നത്. അല്ലെ, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെയ്യുവാണെങ്കിൽ അതങ്ങ് ഫ്ലോപ്പായിപ്പോൾ കാര്യത്തിന് ചെയ്തില്ലെങ്കിലോ നല്ല വൃത്തിക്ക് വരും സാധനം. അപ്പോൾ നമുക്കിതൊന്നും കൊണ്ട് കളഞ്ഞിട്ട് വരാമേ. നിങ്ങൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? അപ്പോൾ വരാമേ. ഗായ്സ്, ഇപ്പോൾ വീഡിയോ ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി ഇങ്ങനെ വന്നു കേട്ടോ. പിന്നെ നമുക്ക് ഒരു ടക്കി എടുത്തിട്ട് വരാം. വേണ്ട, ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. കൈ തുടച്ചു. നല്ല മണം കേട്ടോ. ഇതിൽ പല ടൈപ്പിലുള്ള പേപ്പർ സോപ്പ് ഉണ്ട്. അയ്യോ പോയി. ഈ കളറുണ്ട്, ഇപ്പം കണ്ടല്ലോ. പിന്നെ ഇതൊരു പിങ്ക് കളറാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇതൊരു വൈറ്റാണ്. ഇത് സാദാ പേപ്പറാണ്. സാദാ പേപ്പറല്ല, പേപ്പർ സോപ്പ് തന്നെ. ഇതാണ് ഈസി വഴി. അപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു ഇങ്ങനെ ചെറിയ ബോട്ടിൽ കുറച്ച് വെള്ളം എടുക്കണം, ഫുൾ നിറച്ചിട്ട്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു കുഞ്ഞ് ബോക്സിലാക്കി നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോകാം കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് പനി പിടിച്ചു. എവിടെ നിന്നും അറിയത്തില്ല കേട്ടോ, ഭയങ്കര പനി. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകത്തില്ല കേട്ടോ. ചിലപ്പോഴേ പോകത്തുള്ളൂ, ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പം ഇതൊന്ന് വെള്ളത്തിൽ ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ക്ലേ ഉണ്ടോ? കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനിതൊന്ന് വെള്ളത്തിലിട്ട് 2ാമത്തെ ദിവസം നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത റിസൾട്ടായിരുന്നു. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 2ാമത്തെ ദിവസം എണ്ണ ഒഴിച്ച് നോക്കി, നല്ല ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്ന പൗച്ച് ഞാൻ കാണിച്ചായിരുന്നു. ഇതാണ് പൗച്ച്. ഈ പൗച്ചിൽ വേറൊരു ടവല്, ഇതുപോലെ തന്നെ ഇരിക്കുന്ന വേറൊരു ടവല് പൊതിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ക്ലേ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഇതൊക്കെ ചെയ്തു. ഞാൻ വിചാരിച്ചു കുത്തിയോട്ടം കാണാൻ പോവുകയാണെങ്കിൽ ആ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിൽ ഇടാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ചിലപ്പോഴേ പോകത്തുള്ളൂ കേട്ടോ കുത്തിയോട്ടത്തിന്. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ എന്ന് ഒരു വാക്ക് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കും
ഈ പെണ്ണ് വീഡിയോ എടുക്കുവാണോ അതോ ക്ലേ കൊണ്ട് കളിക്കുവാണോ? എക്കാട്ടിലും നല്ലത് ഈ പെണ്ണ് ക്ലേ കൊണ്ട് കളിച്ചുകൊണ്ടിരുന്നാൽ മതിയെന്നായിരിക്കും. പക്ഷെ ഇനി ഞാൻ ക്ലേ നോ യൂസ്. പൊക്കപ്പൊക്കറ്റ നമ്മളുടെ ടേബിൾ കാണിച്ചു തരാം കേട്ടോ. ആണ് നമ്മളുടെ പഠിക്കുന്ന ടേബിള്. ബുക്സ് എല്ലാം ഇരിക്കുന്നുണ്ടോ? തിരിച്ച് അവിടെ തന്നെ വെക്കാം. എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നൊരു ഗിഫ്റ്റാണിത്. എന്താ ഫോർ യു മഹാലക്ഷ്മി. എൻ്റെ പേര് മഹാലക്ഷ്മി എന്നാണ്. അപ്പോൾ വീട്ടിൽ വിളിക്കുന്ന പേര് തമ്പുഴു. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. അത് തുറന്നു കഴിയുമ്പോൾ ഹലോ. ഞങ്ങളെ ക്ലാസ്സിൽ എല്ലാവർക്കും ഓരോ ഇരട്ടപ്പേരുണ്ട് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ പേര് മഹാലക്ഷ്മി, ഞാനാണ് മഹാലക്ഷ്മി, അരുന്ധതി, ആരുഷി, ശ്രേയശ്രീ, ഇത്രയും പേരാണ്. അവർക്ക് എല്ലാവർക്കും ഇരട്ടപ്പേരുണ്ട് കേട്ടോ. പക്ഷേ ശ്രേയശ്രീക്ക് മാത്രം ഒരു ഇരട്ടപ്പേരില്ല. പേര് ഞാൻ പറയട്ടെ. എൻ്റെ പേര് മഹു. അതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് MAHUUU. പക്ഷെ അങ്ങനെയല്ല സ്പെല്ലിങ്. ഇവളങ്ങനെ എഴുതിയേക്കുന്നത്. മഹു എന്നാണ് എന്നെ വിളിക്കുന്നത്. അരുന്ധതിയെ വിളിക്കുന്ന അരു, ആരുഷയെ വിളിക്കുന്ന ആരു, എ ഉണ്ട് അവൾക്ക്. ശ്രേയശ്രീയെ വിളിക്കുന്നത് ശ്രേയ എന്നാണ് വിളിക്കുന്നത്. അത് ഇരട്ടപ്പേരൊന്നുമല്ല. അവൾക്ക് ഇടാൻ ഒരു ഇരട്ടപ്പേരില്ല. എന്നിട്ട് പിന്നെ ഈ ഹലോ മഹു ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഉണ്ട് വേറൊരു സാധനം. ഉണ്ട് ഓപ്പൺ ഇറ്റ് പ്ലീസ്. എന്തൊക്കെയാണോ എന്തോ. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് BTS ഇഷ്ടമുള്ളത്? BTS ഇഷ്ടമുള്ളവർ ഐ ലവ് BTS എന്ന് ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതിയേ. ഉള്ളതേക്കുന്നത് ഇറ്റ് ഈസ് യുവർ ഗിഫ്റ്റ് BTS. യുവർ സോറി ഫോർ you like this BTS. You like this BTS എന്നൊക്കെയാണ് എന്തതാ. ഇതാണ് BTSൻ്റെ സിമ്പിൾ. എനിക്ക് BTS ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. BTS എന്താണെന്ന് എനിക്കറിയത്തില്ല. BTS എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ഇനി അരുന്ധതിയുടെ വേറെ ഗിഫ്റ്റ്സ് ഒന്നും എന്തായാലും അങ്ങനെ ഇല്ല കേട്ടോ. കുറച്ച് ഗിഫ്റ്റേ ഉള്ളൂ. ഗിഫ്റ്റ് നമുക്കിവിടെ വെച്ച വീഡിയോ നിർത്തിയാലോ? എന്ത് പറയുന്നു? നമുക്ക് കുറച്ച് പെയിൻറ്റുകളൊന്ന് കണ്ടാലോ? കാണാം. നമുക്ക് ഒരു ബുക്ക് എടുത്തിട്ട് വരാമേ. കുറച്ച് പെയിൻറ്റും കൂടെ എടുക്കുന്നുണ്ട്. നമ്മൾ ഇനി അടുത്ത ഇത് കാണാൻ പോകുന്നത് ഈ കളറെല്ലാം കൂടെ ചേർത്താൽ ഏത് കളർ കിട്ടും എന്നാണ് നമുക്ക് നോക്കാവുന്നത്. ഈ 2 സെറ്റ് പെയിൻറ് എടുത്തിട്ടുണ്ട്. എന്നൊരു ബുക്ക് കൂടെ എടുക്കണം. ഞാൻ ബുക്ക് എടുത്തിട്ട് വരാമേ. ബുക്ക് നമ്മൾ ഇന്നലെ ചെയ്തൊരു ബുക്കാണ് അല്ലേ. അതെല്ലാം കൂടെ ചേർത്തപ്പം കളർ കിട്ടി. അതാണ് നമുക്ക് നോക്കാം കേട്ടോ. പേജൊന്നും ഇല്ലേ? ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് റെഡാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ബ്രഷ് എവിടെ വെച്ചു നോക്കി. ഞാൻ ബ്രഷ് ഒന്ന് എടുത്തിട്ടെ. ഗായ്സ് ബ്രഷ് കാണുന്നില്ല. നമ്മൾ വേറെ എന്തെങ്കിലും സാധനം എടുത്തിട്ട് വരട്ടെ. വേറെ എന്താ ഇപ്പം ഇത് എടുക്കാനുള്ളത്? കിട്ടി ഗൈസ്. എനിക്ക് എൻ്റെ ബ്രഷിനെ കിട്ടിയിരിക്കുന്നു. ബ്രഷ് എടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം തുറന്നൊഴിച്ചു. കുറച്ച് വെള്ളം ബ്രഷിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ റെഡ് പെയിൻറ് എടുക്കണം. റെഡ് പെയിൻറ് തീർന്നു ഗൈസ്. എങ്ങനെയാണെന്നറിയില്ല. പെയിൻറ് നമുക്ക് അടിച്ചു കൊടുക്കാം.
എന്നിട്ട് നമുക്ക് പിങ്ക് പെയിൻ്റ് ഉണ്ടല്ലോ, പിങ്ക് തുറന്ന് ബ്രഷ് വെച്ച് അടിച്ചു കൊടുത്തു. പിങ്ക് കളർ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കത് പിങ്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. രണ്ടും കൂടി ചേരുമ്പോൾ ഏത് കളറായിരിക്കും കേട്ടോ. ലാസ്റ്റ് ഞാൻ ഒരു സംഭവം തരാം, നിങ്ങളത് എന്താണെന്ന് ഗസ് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് കിട്ടിയ കളറ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, ഇതാണ് എനിക്ക് കിട്ടിയ കളറ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടു. ബാക്കി കളറ് നമ്മളിവിടെ തേച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റെഡ് തന്നെ പിന്നെ അപ്ലൈ ചെയ്യണം. പിന്നെ വൈറ്റ് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്കറിയാക്കിയല്ലോ അത് എന്ത് കളറായിരിക്കും എന്ന്. ചിലവർക്ക് അറിയില്ല, ചിലവർക്ക് അറിയാം. എന്നാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ്, എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമായിരിക്കും ഈ കളർ കേട്ടോ. എനിക്കും ഇഷ്ടമാണ് ഈ കളറ്, എൻ്റെ ഫേവറേറ്റ് കളറാണിത്. പിങ്ക്, നമുക്ക് പിങ്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കളയാം. ഇനി ഏതൊരു കളറിൻ്റെ കൂടെയും നമ്മൾ വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈറ്റ് കളറായി മാറും. ഒരു ലൈറ്റ് പിങ്ക്, ലൈറ്റ് പർപ്പിള്, ലൈറ്റ് ബ്ലൂ. ഞാൻ ബ്ലൂവിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് കാണിച്ചു തരാം ഏത് കളർ കിട്ടുന്നത്. ഇപ്പോൾ ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകാം. വൈറ്റ് എടുക്കാം, ബ്ലൂവിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വാവ്, എനിക്ക് ഇഷ്ടപ്പെട്ടോ. എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ലാത്ത കളറാണ് ബ്ലൂ. ഇപ്പം എനിക്ക് ബ്ലൂ നല്ല ഇഷ്ടമായി. നിങ്ങൾക്കും ബ്ലൂ ഇഷ്ടമല്ലാത്ത എല്ലാ പിള്ളേർക്കും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ബ്ലൂ ഇഷ്ടപ്പെടും കേട്ടോ. അതെന്താന്ന് പറയട്ടെ, കാണിച്ചാമേ. കയ്യിലെല്ലാം പെയിൻറ്റ് പറ്റി കേട്ടോ. നമ്മ എന്നെ ശരിയാക്കും. ഡിങ് 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 ഡിങ്, നല്ല ബ്ലൂ ഇഷ്ടപ്പെട്ടു. സാമ്പിളിൻ്റെ കൂടെ നമ്മൾ അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ സാമ്പിൾ കാണിച്ചാലും മറന്നു കേട്ടോ. നമ്മൾ കത്തി എടുക്കട്ടെ. സിസേഴ്സ് കൊണ്ട് വളരെ ക്രൂരമായി നമ്മൾ കട്ട് ചെയ്യുന്നു. നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് എനിക്ക് കിട്ടിയ 3 കളർ. ഇത് ഫസ്റ്റ് കളറാണ്, ഇത് സെക്കൻഡ് കളർ പിങ്ക്, പിന്നെ ലാസ്റ്റ് കളർ ബ്ലൂ. ഈ 3 കളറിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബിലോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.